ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മളിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് സ്മാർട്ട് ബസാറിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്. ഗ്രോസറി ഐറ്റംസ് അങ്ങനെയായിട്ടൊന്നുമല്ല. ഞാൻ സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാത്ത കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. സന്ധ്യാസമയത്താണ്, ഏകദേശം ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5:30-6 മണി ആ ഒരു ടൈമിലാണ്. നമ്മുടെ വീടിൻ്റെ പുറം ഭാഗമൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മുടെ ബോഗൺവില്ല പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈമാണിത്. ചെറിയൊരു കാറ്റും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി സമയമാണ് കേട്ടോ അത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ അവർക്ക് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ കായ്ച്ച് നിൽപ്പുണ്ട്. നമ്മുടെ അത്രയും ഒരുപാട് വെറൈറ്റീസ് ഒന്നും അവർ നട്ടിട്ടില്ല. ഉള്ളത് നല്ല രീതിയിൽ കായ്ച്ച് നല്ലപോലെ വലുതായി നിൽക്കുന്നുണ്ട്. ഈ ചെടികളൊക്കെ 2 വർഷം പ്രായമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുള്ള സ്ഥലമാണ്. പലപ്പോഴും നനയ്ക്കാറ് പോലും ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് പോലും നല്ല രീതിയിൽ കായ്ച്ച് നല്ലപോലെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്ന ഒരു എൻട്രൻസ് വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്, പക്ഷേ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ബാക്കിലൊക്കെ നല്ല ചെറിയ മല പോലെയൊക്കെ ആയിട്ട്, നമ്മുടെ വീടിൻ്റെക്കാളും കുറച്ച് വ്യത്യാസമാണ്. കുറച്ച് ഉള്ളോട്ടുള്ളൊരു വീടാണ്, എന്നാൽ പോലും നല്ല വിഷ്വലി കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതവിടെ നട്ടിട്ടുള്ളൊരു നാടൻ ചാമ്പ എന്നാണ് അവർ പറഞ്ഞത്. നാടൻ ചാമ്പയുടെ ഇല പോലെയല്ല എനിക്കിത് തോന്നിയത്. പക്ഷേങ്കിൽ നന്നായിട്ട് കായ്ച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് നല്ല ഉഷാറാണ്. ഈ ഇലകൾ കാണുമ്പോൾ നാടൻ ചാമ്പയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അവരോട് പറഞ്ഞ ആൾക്ക് തെറ്റിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൻ്റെ ഇലകൾ നല്ല വലിയ ഇലകളായിട്ടാണ്. ഞാൻ സാധാരണ നമ്മുടെ തറവാടുകളിലൊക്കെ കാണുന്ന ചാമ്പ ഉണ്ടല്ലോ, ആ ഒരു ചാമ്പ എന്ന് പറയുമ്പോൾ ഇലകളൊന്നും ഇത്ര വലുപ്പം ഉണ്ടാവില്ല, ചെറിയ ഇലകളായിരിക്കും. ഇത് കുറച്ച് വലിയ വെറൈറ്റി പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കിപ്പോൾ തെറ്റ് പറ്റിയതാണെന്ന് അറിയില്ല. എന്തുതന്നെയായാലും വീട്ടുമുറ്റത്തൊരു ചാമ്പയോ അല്ലെങ്കിൽ ഒരു പ്ലാവോ ഒരു സപ്പോട്ടയോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു ചന്തം തന്നെയല്ലേ. ഇനി ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. ഇതിൻ്റെ മഞ്ഞയും ഉണ്ട്, അതുപോലെ ചുവപ്പും ഉണ്ട്. 2 കളർന്ന് ഉദ്ദേശിച്ചത് മഞ്ഞ ചുളയുള്ളതും ചുവന്ന ചുളയുള്ളതും ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാം. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ. ഭയങ്കര മധുരമുള്ള നല്ലൊരു വെറൈറ്റിയാണ്. 365 ദിവസവും നമ്മുടെ വീട്ടിൽ ചക്ക വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാവ് നട്ടാൽ മതി. പെട്ടെന്ന് തന്നെ കായ്ക്കും. ഒരു 1.5 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം കായ്പിടുത്തമുണ്ടാവും. ചെറിയ തൈയിൽ തന്നെ നമുക്ക് ചക്ക ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ സാധിക്കും, കുഞ്ഞു ചക്കകൾ. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ നമ്മൾ പക്ഷേ അതിനെ വലുതാക്കി എടുക്കാൻ വേണ്ടി നോക്കരുത്, അതങ്ങ് നുള്ളിക്കളയുക. പ്ലാന്റ് ഒരുവിധം ഹെൽത്തിയായി അത്യാവശ്യം അതിനൊരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയെന്ന് തോന്നുമ്പോൾ മാത്രം അതിൽ കായ പിടിക്കാൻ തുടങ്ങുമ്പോൾ അത് നിർത്തി തുടങ്ങിയാൽ മതി കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണിത്. ഇത് നല്ല അടിപൊളി ഒരു പേരയാണ് കേട്ടോ. നിറച്ച് കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 2 വർഷം പ്രായമുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം തന്നെ കൊടുക്കുന്നത് കുറവാണെന്നാണ് അവൾ പറഞ്ഞത്. എപ്പോഴെങ്കിലും പണിസ്ഥലത്ത് പോയി നോക്കുന്ന സമയത്ത് നിറച്ച് ആ ഒരു കുഴിക്കകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നീട് എപ്പോഴാണ് അവർ വരുന്നത്, വീടിൻ്റെ ആവശ്യത്തിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ മാത്രമാണ് കൊടുക്കാറുള്ളൂ വെള്ളം എന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ ഇത്രയും കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെയും പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ മണ്ണിൻ്റെ പേരയും അതുപോലെ നമ്മുടെ ഇതിലെ ബെയറാപ്പിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പപ്പായ, അതൊക്കെ പെട്ടെന്ന് ഇവിടുത്തെ മണ്ണിൽ പിടിക്കും. ഒരു വളം കൊടുത്തില്ലെങ്കിലും പിടിക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ള ചെടികൾക്കൊന്നും അത്രയും നമ്മുടെ മണ്ണിൽ അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ആ മണ്ണിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയായിരിക്കും വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ തുരുതുരാന്ന് കായ്ച്ച് വെക്കുന്നുണ്ട്. എന്ത് രസമാണെന്ന് അറിയോ. ഇതിനോടകം തന്നെ ഒത്തിരി കായകൾ ഇന്ന് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. നല്ല ചുവന്ന നിറമെന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് സപ്പോട്ടയാണ്. ഇത് കണ്ടിട്ട് ബനാന സപ്പോട്ട പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഇല കണ്ടിട്ട്. ഇതിലും നന്നായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കുഴിയിലിരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. ഇവരാദ്യം ഈ പ്ലാന്റ്സൊക്കെ നട്ടതിന് ശേഷം പിന്നീട് ഇവർക്ക് മണ്ണടിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ചെടികളൊക്കെ കുറേ അടിയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ആ ഒരു ബഡ് ചെയ്ത ഭാഗം കവർ ചെയ്ത് പോകാണ്ടിരിക്കാനായിട്ട് ഒരു സെൻറ്റർ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട്, ഒരു തടം പോലെ ആക്കി എടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നട്ടിട്ടുള്ളതാണ്. അതിൽ കല്ലൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ ആ ഒരു ബഡ് ചെയ്ത പോർഷൻ മൂടിക്കഴിഞ്ഞാൽ ചെടിക്ക് കേടാണ്, പിന്നെ ചെടി വളരില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തപ്പോൾ കണ്ടോ നിറയെ ബഡ് വരുന്നതും ചെടി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പുതിയ ഇലകളൊക്കെ വന്നിട്ട്. എപ്പോഴും ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്ന സമയത്ത് നല്ലപോലെ വെയിലുള്ള സ്ഥലം തന്നെയാണ് നല്ലത്. ചുരുക്കം ചില ചെടികൾക്കാണ് വെയിൽ കുറവ് ആവശ്യമുള്ളൂ. അത് നമ്മുടെ അബിയു അങ്ങനെയൊക്കെ പോലത്തെ കുറച്ച് ചെടികൾ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളത് ആ വെയിലുള്ള ചെടികൾ വെയിലുള്ള ഭാഗത്തും വെയിൽ കുറവ് വേണ്ട സ്ഥലത്ത് ആ ഒരു രീതിയിലുള്ള പ്ലാന്റ്സുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് റംബൂട്ടാനാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, 2 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും നന്നായിട്ട് കായ പിടിച്ച് കാണുന്നുണ്ട്. കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. താഴെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ എല്ലാ ചില്ലകളിലും നിറയെ പൂവും അതുപോലെ തന്നെ കായകളും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റംബൂട്ടാനൊക്കെ നമ്മുടെ വീട്ടിൽ കായ്ച്ച് നിൽക്കുകയെന്ന് പറയുന്നത് ഇപ്പോൾ കുറേ വീടുകളിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും എൻ്റെ
ഒരു വീടിൻ്റെ അടുത്തൊന്നും അങ്ങനത്തെ കായ്ച്ച് നിൽക്കുന്ന മരങ്ങളും ചെടികളും ഞാൻ കണ്ടിട്ടില്ല റംബൂട്ടാൻ്റെ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. എന്തെന്നായാലും നമ്മുടെ വീട്ടിലിതിങ്ങനെ ചുവന്ന് തുടുത്ത് പഴുത്ത് ഇങ്ങനെ കൊല കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ കാണാൻ ഒരു ചന്തം തന്നെയല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തന്നെയാണ്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ തോന്നിയത് കേട്ടോ. അത്രയ്ക്ക് രസമാണ് നേരിട്ട് കാണാനായിട്ട്. ചെടിയുടെ വണ്ണം കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് അവൾ വേറെ പ്രത്യേകിച്ചൊരു വളവും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ആ വെയിലിൻ്റെ ഗുണം കൊണ്ടും പിന്നെ നല്ല രീതിക്ക് അടിവളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ നന്നായിട്ട് പൂവിട്ടേക്കണതാണ്. പൂവിട്ടിട്ട് കായ്ച്ചിട്ടുമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ നേരെ സ്മാർട്ട് ബസാറിലേക്കാണ് പോയത്. അപ്പോൾ ഇടയ്ക്കൊരു സ്മാർട്ട് ബസാർ വിസിറ്റ് എനിക്ക് പതിവുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കുറച്ച് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഓഫറിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കുകയാണ് എല്ലാതും. പിന്നെ എനിക്കിപ്പോൾ വീട്ടിൽ അത്യാവശ്യം കണ്ടെയ്നറുകളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോൾ ഓഫർ ഉണ്ടെങ്കിലും വാങ്ങാറുണ്ട് അത്. അങ്ങനെ കണ്ടെയ്നറിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട്. ഈ സമയത്ത് എപ്പോഴായാലും ഉള്ളൊരു ശീലം കൊണ്ട് ഞാനതെടുത്ത് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. പാസ്ത അതുപോലെ ഡേറ്റ്സിലൊക്കെ നല്ല ഓഫറുണ്ട്. ഇപ്പോൾ ഈ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സ്മാർട്ട് ബസാറിൽ. അപ്പോൾ എല്ലായിടത്തും നോക്കലാണ് കേട്ടോ. ഞാൻ അവിടെ ഒരു പ്രൊഡക്റ്റ് കണ്ടു. ഞാനത് ആദ്യമായിട്ട് കാണുകയാണ്. വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ബാംബു എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹെയറിനും സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഓൾ സ്കിൻ ആൻഡ് ഹെയർ ടൈപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റേറ്റ് 299 399 എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കേജിങ് നല്ല അട്രാക്റ്റീവാണ്. അത് കണ്ടപ്പോൾ എടുത്താണ് കേട്ടോ. കൊറിയൻ ബാംബു എന്നാണ് എഴുതിയിട്ടുള്ളത് അതിൽ. ഇതെന്ത് പ്രൊഡക്റ്റാണെന്ന് അറിയില്ല. നല്ല അട്രാക്റ്റീവ് പാക്കിംഗ് ആണ് എന്തായാലും. പിന്നെ ഞാൻ ഇടയ്ക്ക് വാങ്ങാറുള്ള ഒരു പിക്കിളാണ് ഈ മദേഴ്സിൻ്റെ പിക്കിള്. ഇത് മാംഗോൻ്റെ ആണ്. പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഉണ്ട്. ഞാൻ മാംഗോൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണിത്. നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നോർത്ത് ഇന്ത്യൻസ് പിക്കിള് സെയിൽ ചെയ്യാൻ വേണ്ടി ഇരിക്കില്ലേ, അവരെ നിന്ന് വാങ്ങിക്കുന്ന പിക്കിളിൻ്റെ അതേ ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട് ഇതിന്. ഇത് ഒന്നെടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ. നല്ലോണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന്. അതുകൊണ്ട് ഞാനിത് ഓഫറിലുണ്ടെങ്കിൽ അപ്പോൾ ഇതെന്തായാലും ഒരെണ്ണം എടുക്കാണ്ട് വരാറില്ല. അത് പതിവായിട്ടുള്ളൊരു കാര്യം കേട്ടോ. പിന്നെ ഈ വറ്റലുകൾ അതൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് നോൺ വെജ് പറ്റില്ല. അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വറ്റലുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഓണിയൻ റൈസ് പപ്പടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടം വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ നോർമൽ പപ്പടം പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ഓണിയൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല രുചിയുള്ളൊരു പപ്പടമാണ്. അപ്പോൾ അതൊക്കെ സ്കൂളിലേക്ക് ഇങ്ങനെ ഈ നോൺ വെജൊക്കെ കൊടുക്കുന്നതിന് പകരം ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കൊടുത്തയക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പൈനാപ്പിൾ എസൻസൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ്, കെച്ചപ്പ് അതൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഈ സ്നാക്ക് ടാക്കിൻ്റെ ഒക്കെ ഈ സോസുകൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കുക ചെയ്യാറ്. വേറെ ബ്രാൻഡ് എടുക്കാറില്ല. ഇനി ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതും ബൈ വൺ ഗെറ്റ് വണ്ണിൽ കുറച്ച് അധികമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല സോസാണ്. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്തവണ നമ്മൾ സ്മാർട്ട് ബസാറിൽ പോയ സമയത്ത് മില്ലറ്റ്സിൻ്റെ ഒരു 3-4 വെറൈറ്റി കണ്ടു. അതിൽ കോട മില്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ട് ഇടാം കേട്ടോ. മില്ലറ്റ്സൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കേണ്ട ഒരു വസ്തു തന്നെയാണ് മില്ലറ്റ്. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങുക. അതുകൊണ്ട് കഞ്ഞി, അതുപോലെ പുലാവ്, നെയ്ച്ചോറ്, ഉപ്പുമാവ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു ഡയറ്റ് ഫുഡാണ് കേട്ടോ. അധികം വലിയ വില എന്ന് പറയണമെന്നില്ല. ഒരു 150 ബിലോ ഒക്കെ തന്നെയുള്ളൂ. ഒരു 90 റുപ്പീസ്, 120 റുപ്പീസ് ആ റേഞ്ചിലൊക്കെ തന്നെ കണ്ടത് കേട്ടോ. ലിറ്റിൽ മില്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ കളറിൽ വരുന്ന വേറൊരു മില്ലറ്റ് കണ്ടു. അപ്പോൾ ഓരോ തവണയായിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കണം. ഏതാണ് ടേസ്റ്റി എന്നുള്ളത് ഓരോ തവണ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. പിന്നെ ഞാൻ മുടങ്ങാതെ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് സോയ ചങ്ക്സ്. അത് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മൂവിങ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് തന്നെ ഇത് വാങ്ങാറുള്ളൂ. നമ്മൾ അത്യാവശ്യം തിരക്കുള്ള ഷോപ്പിൽ നിന്നല്ല ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിരുന്ന് പഴകിയതൊക്കെ ആവും ചിലപ്പോൾ. അങ്ങനെ ആകുമ്പോൾ ഇത് കറി വെക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് 1-2 തവണ അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ മൂവിങ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇത് നന്നായിട്ട് സെയിൽ പോകുന്നൊരു സംഭവമാണ്. നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അത് മുടങ്ങാണ്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ അങ്ങനത്തൊക്കെ വാങ്ങി കുറച്ച് ചില്ലറ സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ, അധികമൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങുന്ന ഒരു ഐറ്റമാണ് ശർക്കരപ്പൊടി. അപ്പോൾ ഇതും 3-4 ബ്രാൻഡിൻ്റെ കണ്ടു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ശർക്കര കേട്ടോ, ഡബിൾ ഹോഴ്സിൻ്റെ. ഇത് നമ്മൾ ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് എന്തിലാണ് ചേർക്കേണ്ടത് അതിൽ നേരിട്ട് തന്നെ ചേർക്കാം. കല്ലോ പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കൂട്ടോ. നമ്മളെ ജോലികൾ എളുപ്പമാവാൻ ഏറ്റവും നല്ലതാണ്. ഈ അടയും കൊഴുക്കട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ശർക്കര പായസം, ശർക്കര ചേർത്തിട്ടുള്ള എന്ത് കാര്യങ്ങളും, ശർക്കര ഇട്ട് കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും, അതിലേക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ 2 ഗ്ലാസ് ജാർ വാങ്ങിയിരുന്നു. കാരണം എനിക്ക് വലിയ ഗ്ലാസ് ജാർ എൻ്റെ കയ്യിൽ ഇല്ല. ഒരെണ്ണം ഉണ്ടായിരുന്നത് ഡാമേജ് ആയിട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കുറച്ച് വലുപ്പമുള്ള ഇത് എടുക്കണം എന്നായിരുന്നു. പക്ഷേ ഇത്രയും വലുപ്പത്തിലുള്ള ഉള്ളൂ അവിടെ. അപ്പോൾ അത് 2 എണ്ണമായിട്ട് ഞാൻ എടുത്തു.
കുറച്ച് കണ്ണിമാങ്ങയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി ഇതിലേക്ക് ഇട്ട് വയ്ക്കാനുണ്ട്. സാധാരണ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ബോട്ടിൽ കേടായി. പിന്നെ കുറച്ച് നമ്മളെ ഫ്രൈംസ് ഇല്ലേ, അതൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. ഇവർക്ക് നോൺ വെജ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ സോയ ചങ്ക്സിൻ്റെ തന്നെ മിനി സോയ ചങ്ക്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറിയ ടൈപ്പുള്ളത് കറി വയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെയും എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടൈപ്പ് ഗ്ലാസ് ബോട്ടിലാണ്. ഈ അച്ചാറിടാനും അതൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കിച്ചണിൽ വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ ഒരു കണ്ടെയ്നർ സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു 5 6 5 5 ഒരു സെറ്റ്. നല്ല കളറാണ് കേട്ടോ, നല്ലൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ടിന്നാണ്. 99 റുപ്പീസിന് ഉണ്ടായിരുന്നുള്ളത്. ഇത് മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഒരുപാട് സമയം വെക്കരുത്, ഒരു 2-3 മിനിറ്റ് വരെയൊക്കെ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ബ്രാൻഡിൻ്റെ എന്നൊക്കെ നോക്കുമ്പോൾ മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്നത് അതിൽ കണ്ടില്ല, അതാണ് ഞാൻ കിട്ടിയത് അങ്ങനെ എടുത്തത് കേട്ടോ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുവരെ ഇട്ട് വെക്കാനായാലും നമുക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടേ. നല്ല കളേഴ്സും ആയിരുന്നു അതിനകത്ത്. 4 സെറ്റ് നെസ്റ്റബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ കൂർക്ക പതിവില്ലാണ്ട് കണ്ടു, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. കൂർക്കൊന്നും നമുക്കിവിടെ അങ്ങനെ എളുപ്പം കിട്ടില്ല കേട്ടോ, അതുകൊണ്ട് 1 കിലോ അതും എടുത്തിട്ടുണ്ടായിരുന്നു. 69 റുപ്പീസ് ആയിരുന്നു കിലോയ്ക്ക് പറഞ്ഞത്. നാടൻ കൂർക്ക പോലെ കണ്ടിട്ടാണ് എടുത്തത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ടേ. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്കയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഗ്ലാസും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ ഒന്നിന് 130 റുപ്പീസ് ആയിരുന്നു. ഇത് ലസ്സി ഗ്ലാസ് എന്നാണ് ഇതിൽ പേര് എഴുതിയിട്ടുള്ളത്, പക്ഷേ നമ്മളിത് ലസ്സിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. ഇത് നല്ലൊരു ഡെക്കോർ പീസായിട്ട് നമുക്ക് എവിടെയെങ്കിലും വല്ല ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ടേബിളിൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ്. ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഓഫറും ഉണ്ടല്ലോ, അപ്പോൾ നല്ല ഗോൾഡൻ കളറൊക്കെ അതിന് നല്ലൊരു പ്രീമിയം ലുക്കിനൊക്കെ അടിപൊളിയായിരിക്കും എന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച എൻ്റെ കിച്ചണിൽ കുറച്ച് 2 ഫ്ലവർ വേസ് കുറച്ച് അധികമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതുപോലെ 2 നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ആ താഴെ ഭാഗത്തുള്ള വൈറ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം മാറ്റിയിട്ട് ആ ഫ്ലവറും ആ ലീഫും വരുന്ന പോർഷൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് നോക്കാം. ഒരു ചേഞ്ചിനായിട്ട് ഇടയ്ക്കൊരു മാറ്റത്തിനൊക്കെ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആ പ്ലാസ്റ്റിക്കോട് കൂടി തന്നെ അതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുമോ എന്ന് നോക്കി, അപ്പോൾ അത് അതിനുള്ളിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ചെറിയ സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കണ ഒരു ചെറിയ ഫ്ലവർ പോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക് എന്നൊന്ന് പറയണേ. കണ്ടോ, കുറച്ചൊരു ഡിഫറൻസ് ആയിട്ടില്ലേ. ഒരു ഗോൾഡൻ കളറിലൊക്കെ ഇരിക്കുമ്പോൾ അതിനൊരു ഭംഗി കൂടുതൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒക്കെ നമ്മുടെ ഒരു തോന്നലാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റേത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മാറ്റത്തിന് ഇരിക്കട്ടെ എന്ന്, എപ്പോഴും ഒരു ഫോമിൽ തന്നെ ഇരിക്കണ്ടല്ലോ. ഇപ്പോൾ ഒരു 1-1.5 കൊല്ലമായിട്ട് ഇത് ഇതേ കോലത്തിൽ തന്നെ ഇരിക്കണത്, അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ആ സ്പോഞ്ചിൽ നിന്നൊക്കെ എടുത്തിട്ട് പതുക്കെ വെച്ച് കൊടുക്കുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ വേസോ അല്ലെങ്കിൽ ഈ രീതിയിൽ നല്ലൊരു ഗോൾഡൻ ടച്ചുള്ള എന്തെങ്കിലും ഒരു ഡെക്കോർ പീസ് നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ അറിയാം, നല്ല പ്രൈസ് ഉണ്ട് അതിന്, നല്ല റേറ്റ് കൊടുത്തെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടിപ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.